മാള ഗ്രാമപഞ്ചായത്തിന് അനാസ്ഥയിൽ കൂട്ടിലടച്ച ആക്രമണകാരിയായ തെരുവ് നായ രക്ഷപ്പെട്ടു. ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യബന്ധന വള്ളങ്ങൾ തിരികെ എത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ 9 ഫൈബർ വള്ളങ്ങളാണ് കാണാതായത്. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഗ്രാമപഞ്ചായത്തിന് അനാസ്ഥയിൽ കൂട്ടിലടച്ച ആക്രമണകാരിയായ തെരുവ് നായ രക്ഷപ്പെട്ടു. ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. തുടർന്നാണ് നായ്ക്കൾക്ക് വാക്സിൻ നൽകി നിരീക്ഷണത്തിനു മാറ്റിയത്. ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ഈ വാർത്ത മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. അഷ്ടമിച്ചിറ സ്വദേശിയായ ഡോക്ടർ ശ്രീജിത്തിന്റെ ഭാര്യ പാർവതി ശ്രീജിത്താണ് തെരുവ് നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. ഓഗസ്റ്റ് 13 ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത്. നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു. വീണ് കിടന്നിരുന്ന ഡോക്ടറെ നായ്ക്കൾ ആക്രമിച്ചതിനെ തുടർന്ന് ഡോക്ടർക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു. പമ്പിലെ ജീവനക്കാർ എത്തിയാണ് തെരുവ് നായ്ക്കളെ ഓടിച്ചത്. സംഭവം വാർത്തയായതിനെ തുടർന്ന് പഞ്ചായത്ത് വെറ്റിനറി സർജൻ രാഖിരാജിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ ഭാഗത്തെ 26ഓളം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുകയും വനിതാ ഡോക്ടറെ ആക്രമിച്ച 3 നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. സീനിയർ വെറ്റിനറി സർജൻ KA സാബുവിന്റെ നേതൃത്വത്തിലാണ് നായ്ക്കളെ നിരീക്ഷിച്ചു വന്നിരുന്നത്. ഇതിൽ ആക്രമണകാരിയായ നായയാണ് 2 ദിവസം മുൻപ് കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. നായയെ പിടികൂടാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം ജിയോ ജോർജ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ആ പട്ടികളിൽ ഏറ്റവും ആക്രമണകാരിയായ ഒരു പട്ടി, ഒരു കറുത്ത പട്ടി, ആ പട്ടീനെ 2-3 ദിവസം മുന്നേ അതിനെ കൂട്ടിൽ നിന്ന് കാണാനില്ല. ഏറ്റവും ആദ്യം ആക്രമിച്ചത് ആ പട്ടിയാണ്. ആ പട്ടീനെയാണ് കാണാതായിരിക്കുന്നത്. ഇതുവരെ അതിനെതിരെ പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. ഈ ജനങ്ങളുടെ ജീവന് എന്ത് സംരക്ഷണമാണ് പഞ്ചായത്ത് കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അതിനെ പിടിക്കാനുള്ള എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മാള ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലായി 1000ഓളം തെരുവ് നായ്ക്കളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ 165 നായ്ക്കൾക്ക് മാത്രമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വാക്സിനേഷൻ നൽകിയത്. പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മത്സ്യമാംസ വിൽപ്പനശാലകൾ ഉള്ളതാണ് ഇവിടെ തെരുവ് നായ്ക്കൾ വർദ്ധിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. മീഡിയ ടൈം മാള. ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യബന്ധന വള്ളങ്ങൾ തിരികെ എത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ 9 ഫൈബർ വള്ളങ്ങളാണ് കാണാതായത്. ഇന്ന് രാവിലെയോടെ വള്ളങ്ങൾ തിരികെ എത്തി. ശക്തമായ കാറ്റിനും മഴയ്ക്കുമിടയിൽ കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ 9 ഫൈബർ വള്ളങ്ങൾ ഇന്ന് പുലർച്ചെ തിരിച്ചെത്തേണ്ടതായിരുന്നു. സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതിരിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് കോസ്റ്റൽ പോലീസ് ബോട്ടും ഫിഷറീസ് ബോട്ടും കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമടക്കം തിരച്ചിലിന് ഇറങ്ങിയത്. അരമണിക്കൂറിനുള്ളിൽ 4 വഞ്ചികൾ അഴീക്കോടെത്തി. ബാക്കിയുള്ള വള്ളങ്ങളും 9:30യോടെ കണ്ടെത്തി. കൃപാസാഗരം, ആഞ്ജനേയൻ, സാഫരിൻ, അൽബസ, കുട്ടിച്ചാലി 1, 2, കൊണ്ടിയാറ, സാന്ദ്രമോൾ, പനപ്പറമ്പിൽ എന്നീ വള്ളങ്ങളും 4 വഞ്ചികളുമാണ് കാണാതായത്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരമാവധി 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ജലജീവൻ മിഷൻ, നാഷണൽ ഹൈവേ അതോറിറ്റി, പഞ്ചായത്തുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് യോഗം വിളിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി വാട്ടർ അതോറിറ്റി ഗവൺമെന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഈ പഞ്ചായത്തുകളിൽ ജലജീവൻ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന 124 കോടി രൂപയുടെ വർക്കിന്റെ വിശദാംശങ്ങൾ വാട്ടർ അതോറിറ്റിയോട് നൽകാൻ കഴിഞ്ഞ മാസം കോടതി ഉത്തരവിട്ടിരുന്നു. അതനുസരിച്ച് നൽകിയ റിപ്പോർട്ടിൽ
നാഷണൽ ഹൈവേ വീതി കൂട്ടുന്നതിനിടയിൽ എസ് എൻ പുരം അടക്കമുള്ള 4 സമീപ പഞ്ചായത്തുകളിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമായി വെള്ളാനിയിലെ ജലശുദ്ധീകരണശാലയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പഴയ പൈപ്പുകൾ മാറ്റുന്നതിനും കിഫ്ബി അനുവദിച്ച 57 കോടി രൂപയുടെ വർക്ക് നടക്കണം. അതോടൊപ്പം ജലജീവൻ ഫണ്ട് മുഖേന നാട്ടിക, ഫർക്കയിലെ പഞ്ചായത്തുകളിൽ പൈപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം വേഗത്തിലാക്കണം. എന്നാൽ മാത്രമേ ഈ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആവശ്യമായ കോർഡിനേഷൻ നടക്കുന്നില്ലെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം നേരത്തെ തന്നെ വിളിച്ചുകൂട്ടി പരമാവധി 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇടക്കാല ഉത്തരവ് പ്രകാരം എസ് എൻ പുരം പഞ്ചായത്ത് ആല ഗോതുരുത്തിൽ ലോറിയിൽ കുടിവെള്ളം എത്തിച്ചിരുന്നു. നാട്ടിക, ഫർക്കയിലെ 10 പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് PSCD ധർമ്മരാജൻ എന്നിവർ നൽകിയ ഹർജിയിൽ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ഹാജരായി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി നഗരസഭയിലെ അങ്കണവാടി വർക്കർ ഇന്റർവ്യൂ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ സമരം പ്രഹസനമാണെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. ചാലക്കുടി നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം രൂപീകരിക്കേണ്ട ഇന്റർവ്യൂ ബോർഡ് കൗൺസിൽ അറിയാതെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂ ബോർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും കോൺഗ്രസുകാരാണ്. കോൺഗ്രസ് നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും ജോലി നൽകാനായാണ് കൗൺസിൽ പോലും അറിയാതെ ഇന്റർവ്യൂ ബോർഡിൽ കോൺഗ്രസുകാരെ തിരികെ കയറ്റിയിരിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അതേസമയം പ്രതിപക്ഷം നടത്തുന്ന സമരം പ്രഹസനമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നുമാണ് നഗരസഭാ ചെയർമാൻ എബി ജോർജ്. ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ കൗൺസിൽ ചെയർമാനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ചാണ് ബോർഡ് അംഗങ്ങളെ നിശ്ചയിച്ചതെന്നും ചെയർമാൻ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കലുങ്ക് തകർന്നത് അന്തർ സംസ്ഥാന പാതയിലെ ഗതാഗതത്തിന് തടസ്സമായി മാറുന്നു. മറക്കപ്പാറ ചെക്ക് പോസ്റ്റിനു സമീപത്തെ കലുങ്കാണ് തകർന്നിരിക്കുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണാവസ്ഥയിലായിരുന്നു കലുങ്ക്. കുറച്ച് ദിവസങ്ങളായി നിരവധി ടോറസ് ലോറികൾ ഇതുവഴി കടന്നുപോയിരുന്നു. ഇതേ തുടർന്നാണ് കലുങ്കിന്റെ വശം ഇടിഞ്ഞത്. ടൂറിസ്റ്റുകളടക്കമുള്ള യാത്രക്കാർക്കും തോട്ടം തൊഴിലാളികൾക്കും കലുങ്കിന് കേടുപാട് സംഭവിച്ചത് ദുരിതമായി മാറിയിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മാളക്കുളം പരിസരത്ത് നടന്ന പ്രതിഷേധ ജ്വാല എ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് MR അഭിപ്രസാദ് അധ്യക്ഷനായി. രാജീവ് ഗാന്ധി സ്ക്വയർ നവീകരണം ഉടൻ പൂർത്തിയാക്കുക, പദ്ധതി നിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ ഉടൻ പരിഹരിക്കുക, മാളക്കുളത്തിന് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. A അഷറഫ്, സോയ് കോലഞ്ചേരി, ബൈജു കപ്പശ്ശേരി, TK ജിനേഷ്, ജിയോ കൊടിയൻ, സൈഫുദ്ദീൻ നാലകത്ത്, ഡെന്നി പള്ളൻ, അജി കാവനാട്, ഉണ്ണിരാജ് PV, EJ ഷിൻഡോ, CT ഗോകുൽനാഥ് എന്നിവർ സംസാരിച്ചു. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ 829ാമത് ജന്മദിന തിരുനാൾ ആഘോഷിച്ചു. പ്രസിഡന്റ് വാഴ്ചയ്ക്ക് ശേഷം രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ ക്ലോഡിൻ ബിവേരയും വൈകിട്ട് വരാപ്പുഴ അതിരൂപത സഹായം മെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലും മുഖ്യ കാർമ്മികരായി. പള്ളിമുറ്റത്ത് 829 കിലോ തൂക്കവും 101 അടി നീളവുമുള്ള ഭീമൻ ജന്മദിന കേക്ക് ഒരുക്കി. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത്ഭുത പ്രവൃത്തികളും തിരുസ്വരൂപവും തീർത്ഥാടന കേന്ദ്രത്തിലെ സവിശേഷതകളും അത്ഭുതക്കിണറ്റിലെ ദിവ്യദർശനവും ദേവാലയ മാതൃകയും കേക്കിൽ ചിത്രീകരിച്ചിരുന്നു. 20 പേർ ചേർന്ന് 3 ദിവസം കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. വൈകിട്ട് കേക്ക് ആശീർവദിച്ചു. വിശ്വാസികൾ കേക്കിന് ചുറ്റുമായി 829 തിരികൾ തെളിയിച്ച് ഗായക സംഘവും വിശ്വാസികളും ജന്മദിന ആശംസാ ഗാനം ആലപിച്ചു. തുടർന്ന് കേക്ക് മുറിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിലും, സിസ്റ്റർ ബിൻസി, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ബീനൻ താണിപ്പള്ളി, ജോഷി പടമാട്ടുമ്മൽ, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ 17ാം ബ്ലോക്കിൽ കണ്ട ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. കാടുവെട്ടനെത്തിയ പ്ലാന്റേഷൻ തൊഴിലാളികളാണ് ഭീമൻ പെരുമ്പാമ്പിനെ കണ്ടത്. ഫീൽഡ് ഓഫീസർ ജോഫി വനംവകുപ്പ് RT സംഘത്തെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വകുപ്പ് ഉദ്യോഗസ്ഥൻ സാബുവിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു. 55 കിലോയോളം ഭാരം വരുന്ന പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്.
വലപ്പാട് ഉപജില്ലയുടെ ഈ വർഷത്തെ സംസ്കൃത ദിനാചരണവും സമാധാന ചടങ്ങും ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ സംസ്കൃത ഭാഷയുടെ അനന്ത സാധ്യതകളെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ സംസ്കൃതത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. സോപാന സംഗീതത്തിലും അഷ്ടപദിയിലും പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപിക ഡോക്ടർ സിന്ധു ശ്രീകുമാർ, ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ സതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സ്ഥിരസമിതി ചെയർമാൻ MS നിഖിൽ, പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ, അഡ്മിനിസ്ട്രേറ്റർ അനിൽകുമാർ, കലാമണ്ഡലം നിർവാഹക സമിതി അംഗം AV സതീഷ്, ഗാന്ധി ദർശൻ കോർഡിനേറ്റർ TV വിനോദ്, അറബിക് അധ്യാപകൻ MA സാദിഖ്, KSTF തൃശൂർ ജില്ലാ സെക്രട്ടറി NA അനുരാഗ്, കൺവീനർമാർ മായ, ഉപജില്ലാ ജോയിന്റ് കൺവീനർ നിഷ എന്നിവർ സംസാരിച്ചു. പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നവരാത്രി സംഗീതോത്സവത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം 21 മുതൽ സെപ്റ്റംബർ മാസം 9 വരെയുള്ള കാലയളവിൽ അപേക്ഷ നൽകാം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ ഇനം, സമയക്രമം, അപേക്ഷകളുടെ പൂർണ്ണമായ വിശദ വിവരങ്ങൾ സഹിതം ക്ഷേത്രം ഓഫീസിലോ 9447035117 9447010673 നമ്പറുകളിലോ ബന്ധപ്പെടണം. സെപ്റ്റംബർ 9 ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ആത്മവിശ്വാസവും ലക്ഷ്യബോധവുമുള്ളവർക്ക് യഥാർത്ഥ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ഭാവി കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്ന് പ്രശസ്ത മോട്ടിവേറ്ററും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ NM ഹുസൈൻ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടിപ്പിച്ച ആദരം 2024 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നെജു അയ്യാരിൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. കലാസാഹിത്യ ജീവികാരണ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് KMF സാഹിത്യ പ്രതിഭ പുരസ്കാരം ഹവോർഡ് ടീച്ചർക്ക് നൽകി. 12ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ കൊടുങ്ങല്ലൂർ സ്വദേശി ആരിസ് നിഹാൽ ഇപ്പോൾ 5ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിൽ പാഠഭാഗമായി ചേർത്തിട്ടുള്ള നിറമെന്ന കവിത എഴുതിയ എറിയാട് സ്വദേശി അമൽദേവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. താജുദ്ദീൻ, PA ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ, ദിലീപ് സയ്യിദ്, അഷറഫ് വാട്ടപ്പള്ളി, AA ഷംസു, അബ്ദുള്ള നൌഷർ, NA റഷീദ്, മുഹമ്മദ് ഇസ്ഹാഖ് കൊല്ലാട്ട് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. KPCC സെക്രട്ടറി A പ്രസാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ LDF ഭരണസമിതി നടത്തുന്ന അഴിമതിക്കും അങ്കണവാടി ജീവനക്കാരുടെ നിയമനത്തിൽ ഭരണസമിതി നടത്തിയ പിൻവാതിൽ നിയമനത്തിനുമെതിരെ പ്രതിഷേധിച്ചായിരുന്നു സമരം. മേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് മേനോദ് സമരത്തിന് നേതൃത്വം നൽകി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, KPCC ഭാരവാഹി PK ബാസി, ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി PK ആന്റണി, ഷാജൻ മാടവന, ജോസഫ് പൈനടത്ത, PV പാപ്പച്ചൻ, PA സാബു, ജാൻസി പൗലോസ്, വാവച്ചൻ തെക്കൻ, മാർട്ടിൻ മേച്ചേരി, പോളി നാഴികമ്പാറ, തോമസ് മകരപ്പള്ളി, ജോജു തോമസ് കൊച്ചുമോൾ, രാധാകൃഷ്ണൻ, ആൻഡു ഉതുപ്പ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ജയറാം വാഴൂരിന്റെ 4ാമത്തെ കവിതാ സമാഹാരമായ മണ്ണില്ല മുറ്റത്തെ ഒറ്റമരത്തിന്റെ പുസ്തക പരിചയം കാവ്യാസ്വാദനം ക്രിയേറ്റീവ് അസ്മാബിയൻസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. ET ടൈസൺ MLA പ്രീതിക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് കൺവീനർ TN നവാസ് അധ്യക്ഷത വഹിച്ചു. SN ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. കവികളായ ബക്കർ മേത്തലയും സുധീഷ് അമ്മവീടും പുസ്തക അവലോകനം നിർവഹിച്ചു. PJ മുഹമ്മദ് റാഫി, ഷിലിൻ പൊയ്യാറ, ബഷീർ വടക്കൻ, സതീദേവി മേനോൻ, MS കാശി, വിശ്വനാഥൻ, മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ നിസാറിന് ചടങ്ങിൽ ഉപഹാരം നൽകി. KM സലീം, നസീർ ബാബു, റഷീദ് ഓദിക്കൻ, ആമി, സിറാജ് മർഹാർ, അബ്ദുൽ ഗഫൂർ, ഫസൽ ഹഖ്, ശിവരാമൻ, സിറാജ്, ഷഹന, അടൂർ സിറാജ്, അഡ്വക്കേറ്റ് അൻസാരി, ദേവിക ബാബുരാജ്, കമലാകരൻ, ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കയ്പമംഗലം പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ PH അബ്ദുള്ളയുടെ സഹകരണത്തോടെ ഗ്രാമസഭയിലൂടെ സ്വരൂപിച്ച 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പ്രസിഡന്റ് ശോഭന രവി, വില്ലേജ് ഓഫീസർ KM മുഷ്താഖ് എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ വാർഡ് മെമ്പർ PH അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഖദീജപുരി വീട്ടിൽ NRGS സ്റ്റാഫ് അംഗങ്ങളായ PS ബിന്ധ്യ, VS സെജിലി, പഞ്ചായത്ത് ക്ലർക്ക് PH ഹൃദ്യ, CDS അഖില വേണി, ആശാ വർക്കർ സൗമിനി എന്നിവർ സംബന്ധിച്ചു. SNDP യോഗം പൊയ്യ ശാഖ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ആദരവ് എന്നിവ നടന്നു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം MK തിലകൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫോട്ടോ അനാച്ഛാദനം, ആദരിക്കൽ എന്നിവ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് മുരുകൻ K പൊന്നത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KD വിപിൻ ജയന്തി സന്ദേശം നൽകി. KN പരമേശ്വരൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു. യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി CK സമൽരാജ്, VS ജിബീഷ്, രസന ബൈജു, PK പ്രകാശൻ,
വി എസ് സജീവൻ, പി കെ ശിവാനന്ദൻ, ടി എം സന്ദീപ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി എം കെ ശൈലപ്പൻ ഭദ്രദീപം തെളിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ തെക്കേനടയിലെ നവരാത്രി മണ്ഡപത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി റാം ആദരിക്കൽ ചടങ്ങും നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി സജീവൻ കലാസാഹിത്യ പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ, പ്രേമാനന്ദൻ പട്ടാലി, പ്രേംദാസ് തറയിൽ, ഗിരീഷ് മേത്ര, അജേഷ് തൈത്തറ, സച്ചിദാനന്ദൻ മുല്ലങ്ങത്ത്, എ കെ മോഹൻദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ, ശാഖാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, വൈദിക യോഗം യൂണിയൻ ഭാരവാഹികൾ, ശാഖാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ, പി കെ പ്രസന്നൻ, ബേബി റാം, ഡിവിഷൻ കൊട്ടേക്കാട്, എം കെ തിലകൻ, കെ ഡി വിക്രമാദിത്യൻ, ദിനിൽ മാധവ്, വനിതാ സംഘം യൂത്ത് നേതാക്കളായ കെ എസ് ശിവറാം, ഷിയ വിക്രമാദിത്യൻ, ഗീര സത്യൻ, രൂപ സുലഭൻ, ജലജ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമരിപ്പാടം ശ്രീ ഗുരുനാരായണ ട്രസ്റ്റ്, വള്ളിവട്ടം ഈസ്റ്റ് SNDP ശാഖ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായാണ് പരിപാടികൾ നടത്തിയത്. ആശ്രമ മഠാധിപതി സ്വാമി ശ്രീ ബ്രഹ്മസ്വരൂപാനന്ദ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ പ്രശോഭ അശോകൻ നേതൃത്വം നൽകി. കയ്പമംഗലം MLA ടി ടൈസൺ, SNDP മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം, കെ ബിനു, അനീഷ് പൂവത്തങ്കടവിൽ, വാർഡ് മെമ്പർ ഷീല സജീവൻ, വിനേഷ് മാടമ്പത്ത്, ഷഞ്ജു കാട്ടുപറമ്പിൽ, AG ബാബു, പാർത്ഥസാരഥി, ശോഭാചന്ദ്രൻ, പ്രകാശൻ കലിങ്ങാമ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. വള്ളിവട്ടം ഈസ്റ്റ് ശാഖയുടെയും വെസ്റ്റ് ശാഖയുടെയും ഘോഷയാത്രകൾ ആശ്രമത്തിൽ സംഗമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഗ്രാമപഞ്ചായത്തിന് അനാസ്ഥയിൽ കൂട്ടിലടച്ച ആക്രമണകാരിയായ തെരുവ് നായ രക്ഷപ്പെട്ടു. ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യബന്ധന വള്ളങ്ങൾ തിരികെ എത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ 9 ഫൈബർ വള്ളങ്ങളാണ് കാണാതായത്. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.